ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ സോണിച്ചൻ 40 എല്ലാവർക്കും നമ്മളുടെ ലൈവിലേക്ക് ഹാർദവമായ സ്വാഗതം. കാരണം ആളുകളൊക്കെ നമ്മളോട് ഇങ്ങനെ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് നമ്മൾ ലൈവ് ചെയ്യുന്നത്. കാരണം ഇടയ്ക്ക് നമ്മൾ ലൈവിൽ വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതുകൊണ്ട് ഞാൻ അവരുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ടാണ് ഞാൻ ഈ ലൈവ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഞാൻ കൂടുതൽ വീഡിയോ ആയിട്ട് മാത്രമേ വരാറുള്ളായിരുന്നു. നിങ്ങൾക്കറിയാം, എൻ്റെ മുൻകാലം ഇപ്പം ഇത്രയും വർഷമായില്ലേ, ഞാൻ വീഡിയോ ആയിട്ട് മാത്രമാണ് വന്നുകൊണ്ടിരുന്നത്, അല്ലെ ഫോട്ടോസൊക്കെ മാത്രം ഇട്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ കുറേ ആൾക്കാർ നമ്മളോട് എന്തെങ്കിലും ലൈവിൽ നിങ്ങളെ ഒന്ന് കാണണം, ഒന്ന് എന്തെങ്കിലുമൊക്കെ ഒരു വിഷയം എന്തായാലും കുഴപ്പമില്ല ലൈവിൽ വരണം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ലൈവിൽ വന്നത്. അപ്പോൾ നമ്മളുടെ പ്രേക്ഷകരുടെ ഒരു ആഗ്രഹവും ഇഷ്ടവുമാണല്ലോ നമുക്കും ഏറ്റവും പ്രധാനപ്പെട്ടത്. എന്നെ ഈ മേഖലയിൽ പിടിച്ചു നിർത്തുന്നതും തുടരാൻ ആഗ്രഹിക്കുന്നതും ഒക്കെ നിങ്ങളുടെ ആ സപ്പോർട്ട് കൊണ്ടാണ്. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ നമുക്കൊക്കെ ഒരു ഇൻട്രസ്റ്റ് വരത്തില്ല. നമുക്ക് നിങ്ങളുടെ ആ സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തുടരാനായിട്ടും വീഡിയോസും ഫോട്ടോസും ഒക്കെ ആയിട്ട് വരാനായിട്ട് താല്പര്യം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ നമ്മളെ എന്തായാലും കുറേ ആൾക്കാരൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട്. എന്നാൽ നമ്മളെ ഇഷ്ടമില്ലാത്ത ആൾക്കാരും കാണും കേട്ടോ. എനിക്കറിയില്ല ചിലപ്പോൾ അങ്ങനെയും കാണുമായിരിക്കും. പല ആൾക്കാരുണ്ടല്ലോ, പല ടൈപ്പ് ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. ചിലർ നമ്മളെ ഇഷ്ടപ്പെടും, ചിലർ നമ്മളെ ഇഷ്ടപ്പെട്ടില്ല എന്ന് വരും. ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഇഷ്ടപ്പെട്ടാലും നമ്മളെ അത് ബാധിക്കുന്നില്ല. കാരണം എന്താ വെച്ചാൽ, ഇഷ്ടപ്പെട്ടവരെ നമ്മൾ കൂടെ ചേർക്കും, കൂടെ നിർത്തും. സപ്പോർട്ട് ചെയ്യുന്നവരെ നമ്മൾ കൂടെ നിർത്തും. അല്ലാത്തവരോട് നമുക്ക് പരാതിയും പരിഭവമൊന്നുമില്ല. അവരവരുടേതായ രീതിയിൽ അങ്ങ് പോവുക, അത്രേ ഉള്ളൂ. നമുക്ക് ആരെയും ഫോഴ്സ് ചെയ്തെത്താനോ നിർബന്ധിച്ചോ ഒന്നും നമുക്ക് നമ്മുടെ വീഡിയോ കാണണമെന്നോ ഒന്നും പറയാനായിട്ട് നമുക്ക് പറ്റില്ല. അതുകൊണ്ട് താല്പര്യമുള്ളവർ നമ്മളെ ഫോളോ ചെയ്യും, ഇഷ്ടപ്പെടുന്നവർ നമ്മുടെ കൂടെ നിൽക്കും. അതാണ് നമ്മളും ആഗ്രഹിക്കുന്നത്. കാരണം നമ്മളെ ഇഷ്ടപ്പെടുന്നവർ നമ്മുടെ കൂടെ ഉണ്ടാവും. ഒരു പ്രതിഫലവും കൂടാതെ എത്രയോ ആൾക്കാർ നമ്മളെ സപ്പോർട്ട് ചെയ്ത് തരുന്നുണ്ട്. കാരണം എന്തോ അവർക്ക് നമ്മളോട് ഒരു സ്നേഹവും അടുപ്പവും ഇഷ്ടമൊക്കെ ഉള്ളത് കൊണ്ടാണ് അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ ലൈവിലേക്ക് കടന്നു വരുന്ന എല്ലാവരും തന്നെ ഒരു കമൻ്റ് ഇട്ടോളൂ. കാരണം നമുക്ക് അറിയാൻ സാധിക്കുമല്ലോ ആരൊക്കെ ലൈവിലേക്ക് വരുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്ക് അറിയാനായിട്ടൊക്കെ സാധിക്കുമല്ലോ. പിന്നെ പുതുതായിട്ടൊക്കെ കുറേ ആൾക്കാർ വീണ്ടും ലൈവിലേക്ക് വന്നു തുടങ്ങി. അപ്പം കുറേ ആൾക്കാർ ഡെയിലി കുറേശ്ശെ ആൾക്കാർ, പുതിയ ആൾക്കാർ നമ്മുടെ ലൈവിലേക്ക് വന്നു പെടുന്നുണ്ട് കേട്ടോ. അത് വലിയൊരു അനുഗ്രഹമാണ്. നമ്മളെ ഇഷ്ടപ്പെടുന്നതിൽ കൊണ്ടാണല്ലോ ആൾക്കാർ നമ്മുടെ ലൈവിലേക്കും നമ്മുടെ ഫോട്ടോയ്ക്കും ഒക്കെ കമൻസ് ഇടുന്നതും ലൈക്ക് ചെയ്യുന്നതും ഷെയർ ചെയ്യുന്നതും ഒക്കെ. അപ്പോൾ അതിനാദ്യമേ നന്ദി പറയണം. അപ്പോൾ ആദ്യമേ തന്നെ എല്ലാവർക്കും ഒരു നല്ല സായാഹ്നം ആശംസിക്കുന്നു. അപ്പോൾ നല്ലൊരു സായാഹ്നം ആസ്വദിക്കുക. എല്ലാവരും ചായ കുടിച്ചെന്ന് വിചാരിക്കുന്നു. ഞാൻ ചായയൊക്കെ കുടിച്ചു. അപ്പോൾ എല്ലാവരും ചായ കുടിക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒരു ചായയൊക്കെ കുടിച്ച് ഈ സായാഹ്നം നമുക്കൊന്ന് ആസ്വദിക്കാം. കുറച്ച് സമയമൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ചടഞ്ഞ് കുത്തിയിരിക്കാതെ കുറച്ച് സമയമൊക്കെ ഒന്ന് പുറത്തേക്കൊക്കെ ഇടയ്ക്കൊക്കെ ഒന്ന് ഇറങ്ങുന്ന, മഴയില്ലെങ്കിൽ ഇപ്പോൾ മഴക്കാലമാണല്ലോ. മഴയെ നമുക്കിപ്പം വിശ്വസിക്കാൻ പറ്റത്തില്ല. നിൽക്കുന്ന നിൽപ്പില്ല, പെട്ടെന്ന് മഴ കാലാവസ്ഥ, നല്ല തെളിഞ്ഞ കാലാവസ്ഥ, പെട്ടെന്ന് മഴ വരികയാണ്. അപ്പോൾ അങ്ങനെയാണ്. അപ്പം ഞാനിപ്പോൾ ഈ ജൂൺ ജൂലൈ മാസം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സാറിന് ഒരു കുട കൈ കരുതും. കാരണം എന്താ വെച്ചാൽ മഴ എപ്പോഴാണ് വരുന്നത് എന്താണെന്നൊന്നും നമുക്കറിയില്ല. അതുകൊണ്ടൊരു കുടയൊക്കെ കരുതും. അപ്പോൾ അങ്ങനെ ഞാനിപ്പം പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഒരു വീഡിയോ ചെയ്യാം. കാരണം നമ്മളോട് ഒരുപാട് പേര് ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഒരു സായാഹ്നം, ഒരു നല്ലൊരു കാലാവസ്ഥയൊക്കെ ആയിട്ട് ഇപ്പോൾ നിൽക്കുമ്പോൾ ഒരു ലൈവ് ചെയ്തേക്കാം എന്ന് വിചാരിച്ച് അങ്ങനെ ചെയ്താൽ പ്രത്യേകിച്ച് മാറ്ററൊന്നുമില്ല. കാരണം നമ്മുടെ പ്രേക്ഷകരുടെ ഒരു ഇഷ്ടം അനുസരിച്ച് അവർ ലൈവ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടതനുസരിച്ച് നമ്മളങ്ങ് ലൈവിലേക്ക് വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒക്കെ ഒരു ചായ കുടിച്ച് ഉഷാറാകുക കേട്ടോ. പിന്നെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്നൊക്കെ വിശ്വസിക്കുന്നു. ഞാൻ ദൈവാനുഗ്രഹത്താൽ ഒരുവിധം നല്ല സുഖമായിട്ട് പോകുന്നു, കുഴപ്പമില്ല. വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ടൊക്കെ പോകുന്നു, കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മളെ ഇഷ്ടപ്പെടുന്നവരുടെ ഒരു സന്തോഷവും ആഗ്രഹവും ഒക്കെയാണല്ലോ നമുക്കും വലിയ ഒരു സന്തോഷം നൽകുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ കുറേ ആൾക്കാർ നമ്മളിങ്ങനെ സംസാരിക്കുന്ന വഴിക്കൊക്കെ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ലോട്ടറി അല്ലേ. നമ്മളുടെ ഇപ്പം ഒരു വരുമാന മാർഗങ്ങളിലൊന്ന് ലോട്ടറിയാണ് അല്ലേ. പക്ഷെ ഞാൻ ഇപ്പം ഓർക്കുകയാണ്, നമ്മുടെ ഈ ലോട്ടറിയിലൊക്കെ ഭൂട്ടാൻ്റെയൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ആ കച്ചവടമൊക്കെ
ഞാനിങ്ങനെ ഇതുപോലൊക്കെ നടക്കുന്ന ഈവനിങ് സമയത്തൊക്കെ ഞാനിങ്ങനെ നോക്കി നിൽക്കാറുണ്ട്. എന്തായിരുന്നു കച്ചവടവും കാര്യങ്ങളൊക്കെ അല്ലേ. ആ 10 രൂപ ലോട്ടറി ഓർക്കുന്നുണ്ടോ? നിങ്ങളൊക്കെ ഓർക്കുന്നുണ്ടോ? കുറച്ച് മുമ്പല്ലേ അത് നിർത്തലാക്കി. അതൊക്കെ എന്ന് പറഞ്ഞാൽ ആ കച്ചവടമൊക്കെ ഒന്ന് കാണേണ്ട കാഴ്ചയാണ്. വൈകുന്നേരങ്ങളിലൊക്കെ ആയിക്കഴിഞ്ഞാൽ കടയുടെയൊക്കെ വാതിൽക്ക് വരുമ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ നടന്നു പോകുമ്പോൾ അതൊക്കെ ഇങ്ങനെ കണ്ടാവും. നമ്മുടെ ലോട്ടറി കടയുടെയൊക്കെ വാതിൽക്ക് വന്നപ്പോൾ ഇപ്പം കേരള സംസ്ഥാനം മാത്രമേ ഉള്ളൂ ഇപ്പം നമ്മുടെ ഇവിടെ. അപ്പോൾ അതിൻ്റെ വിൽപ്പനയും കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ കുറച്ച് നേരം നോക്കി നിന്നപ്പോഴത്തേനും അപ്പോഴാണ് ചില ആൾക്കാർ ഇങ്ങനെയൊക്കെ പറയുന്നു, ലോട്ടറി അടിച്ച കാശ് ശാപം പിടിച്ച കാശാണ്, അത് ഉപകാരപ്പെടില്ല, അങ്ങനെയാണെന്നൊക്കെ ചില ആൾക്കാർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെയാണോ? നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിയ ഒരു ലോട്ടറി അല്ലേ, നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിയതല്ലേ, നമ്മുടെ വിയർപ്പിന്റെ അധ്വാനത്തിന്റെ പൈസ കൊടുത്തിട്ടാണ് നമ്മളത് വാങ്ങിയത്. നമ്മൾ ഇതുപോലെ തന്നെ നമ്മളും പലപ്പോഴായിട്ട് വാങ്ങിയിട്ടില്ലേ. അടിക്കുകയോ അടിക്കാതിരിക്കുകയോ അത് വേറൊരു കാര്യം, അത് ഭാഗ്യപരീക്ഷണമാണ്, അത് ഇതിന്റെ ഭാഗമാണ്. അപ്പോൾ ഒരാൾക്ക് അടിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് ശാപം പിടിച്ച മുതലാണ് അങ്ങോട്ട് ചെന്നത് എന്നൊക്കെ പറയുന്നവരുണ്ട്. പക്ഷേ എൻ്റെ കാഴ്ചപ്പാടിൽ അത് ശാപം പിടിച്ച മുതലാണോ? എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താ വെച്ചാൽ അയാൾക്ക് ആ ഭാഗ്യം വന്നു ചേർന്നു, എല്ലാവർക്കും അത് കിട്ടണമെന്നില്ല. പിന്നെ അസൂയ മൂത്ത് അല്ലെങ്കിൽ കണ്ണിക്കടിയുള്ളവരൊക്കെ പറയും അത് ശാപം പിടിച്ച മുതൽ. ശരിയായിരിക്കാം, പക്ഷെ അങ്ങനെ നോക്കുവാണെങ്കിൽ എല്ലാം ശാപം പിടിച്ച മുതലല്ലേ? ശരിയല്ലേ? ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. ലോജിക്കായിട്ട് നിങ്ങളൊരു കാര്യം വ്യക്തമായിട്ടൊന്ന് ചിന്തിച്ചു നോക്കി. കാരണം നമ്മൾ ചിന്തിക്കുമ്പോൾ അതുകൂടെ ചിന്തിക്കണമല്ലോ. ഇപ്പം നമ്മൾ ഉദാഹരണത്തിന് ഒരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കുക, ഒരു പൊറോട്ടയ്ക്ക് സാധാരണ രീതിയിൽ 10 രൂപ അല്ലേ, സാധാരണ ഒരുവിധം കടകളിലൊക്കെ 10 രൂപ. അതിപ്പോൾ മാറിയിട്ട് ഗ്യാസിന്റെ പ്രശ്നമൊക്കെ പറഞ്ഞിട്ട് 12 രൂപ മേടിക്കുന്നവരൊക്കെ ഉണ്ട്, ഇപ്പം 15 രൂപ മേടിക്കുന്നവരുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് 25 രൂപയ്ക്ക് വരെ ഒരു പൊറോട്ട വിൽക്കുന്ന കടകളൊക്കെ ഉണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം കഴിച്ച കടയിലൊക്കെ 25 രൂപയൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട്, 25 രൂപ പൊറോട്ട. പിന്നെ കറികൾക്കാണേലും പലയിടത്തും പല രീതിയും പല റേറ്റും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പോൾ അങ്ങനെ മേടിക്കുന്ന പൈസ ശാപം പിടിച്ച മുതലല്ലേ? ഒന്നോർത്ത് നോക്കി, അത് ശാപം പിടിച്ച മുതലല്ലേ? അതായത് 10 രൂപയ്ക്ക് വിൽക്കേണ്ട ഒരു സാധനം 25 രൂപയ്ക്കും ഒക്കെ വിൽക്കുന്ന, അല്ലെ 20 രൂപയ്ക്കൊക്കെ വിൽക്കുന്നത് ശാപം പിടിച്ച മുതലല്ലേ? ആണ്, തീർച്ചയായും അതും ശാപം പിടിച്ച മുതൽ തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അതും പിടിച്ചു പറിച്ച് മേടിക്കുന്ന പൈസയാണ് അത്. പക്ഷെ അതൊന്നും ആൾക്കാർ പറയും അതൊന്നും ശാപമല്ല, ബിസിനസ് ചെയ്തിട്ടല്ലേ മേടിക്കുന്നത്, അങ്ങനെയൊക്കെ. എന്നിട്ട് അതിനെ ന്യായീകരിക്കും. അതുപോലെ തന്നെയാണ് ഈ ലോട്ടറി എടുക്കുന്നതും. അതും നമ്മൾ പൈസ കൊടുത്തിട്ട് എടുക്കുന്നത് 50 രൂപയ്ക്ക് അല്ലേ. ഒരു കേരള സംസ്ഥാന ലോട്ടറി എടുക്കുന്നത് നമ്മൾ സാധാരണ രീതി 50 രൂപയ്ക്ക്. പിന്നെ ബമ്പറാണെങ്കിൽ 250 രൂപ, പിന്നെ 500 രൂപയുടെയൊക്കെ ബമ്പറുണ്ട്. അതും നമ്മൾ എടുക്കും അല്ലേ. പരീക്ഷണം, ഒരു ഭാഗ്യ പരീക്ഷണം. ചിലപ്പം കിട്ടും, എല്ലാവരും കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് എടുക്കുന്നത്. അത് നമ്മൾ ഇപ്പം എന്താണ്, അല്ലാതെ തന്നെ നമ്മൾ എന്തേരം രൂപ അടിച്ചു പൊളിച്ച് കളയുന്നുണ്ട് അല്ലേ. ഈ പല ആൾക്കാരും കണ്ടിട്ടില്ലേ, എന്തേരം പൈസ വെറുതെ അനാഥമായിട്ട് കളയുന്നുണ്ട്. ഓരോ സാധനങ്ങൾ മേടിച്ചിട്ട് അതും ഇതുമൊക്കെ മേടിച്ചിട്ട് പിന്നെ ബാറിലൊക്കെ കൊണ്ടുവന്ന് എത്ര രൂപയാണ് ബീവറേജിൽ കൊണ്ട് കൊടുത്ത് അതുമൊക്കെ എന്താണ് അങ്ങനെ ദൂർത്തടിക്കുന്ന പൈസയല്ലേ. അതുപോലെ നമ്മളൊരു ഭാഗ്യപരീക്ഷണത്തിന് വേണ്ടി എടുക്കുന്ന പൈസ, അത് ആർക്കെങ്കിലും അടിച്ചു കഴിയുമ്പോൾ ഈ അടിക്കാത്ത ആൾക്കാരാണ് ഈ പറയുന്നത്, അത് ശാപം പിടിച്ച മുതലാണ്, അങ്ങനെ ഇങ്ങനെയാ, അവന് ആ പൈസ കൊണ്ട് ഉപകരിക്കില്ല, അങ്ങനെ. അത് ശരിയായ രീതിയിൽ യുക്തിപൂർവം വിനിയോഗിക്കുകയാണെങ്കിൽ ആ പൈസ യഥാർത്ഥത്തിൽ അത് നല്ല ഒരു മുതലായിട്ട് തന്നെ കിടക്കും. അത് ശരിക്കും അത് ആൾക്കാർ ശരിക്കും വേണ്ട വിധം വിനിയോഗിക്കാത്തതുകൊണ്ടാണ് ആ പൈസയൊക്കെ തല്ലിത്തൂക്കി അങ്ങനെയൊക്കെ പോകുന്നതൊക്കെ. ശരിക്കും അത് വേണ്ട രീതിയിൽ യഥാർത്ഥത്തിൽ കറക്റ്റായിട്ട് അത് ആ പണം വിനിയോഗിക്കുകയാണെങ്കിൽ അത് ഒരിക്കലും നഷ്ടപ്പെട്ടു പോവില്ല. അതൊന്നും ശാപം പിടിച്ച മുതലാണ് അങ്ങനെ പറയാനും പറ്റില്ല. ഇതിപ്പം അടിക്കാത്ത ആൾക്കാരാണ് അങ്ങനത്തെ ഒരു തുക ചിന്തയും ഒക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. പക്ഷെ അവരോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങളിപ്പോൾ എന്തെങ്കിലും ഒരു സാധനം, ഒരു ചായ തന്നെ ആയിക്കോട്ടെ, 10 രൂപയുടെ ചായ 20 രൂപയ്ക്കാണ് വിൽക്കുന്നെങ്കിൽ, ഒരു ചായക്കടക്കാരനാന്ന് വെച്ചോ, 20 രൂപയ്ക്കാണ് വിൽക്കുന്നെങ്കിൽ അത് ശാപം പിടിച്ച മുതൽ തന്നെയാണ്, ശരിയല്ലേ? അല്ലെങ്കിൽ എന്ത് സാധനം ആയിക്കോട്ടെ, ഏതെങ്കിലും ഒരു സാധനം നമ്മളൊരു കടയിൽ നിന്ന് കൊടുക്കുകയാണെങ്കിൽ ആ കടക്കാരൻ അതിൽ നിന്ന് മാർജിൻ, അദ്ദേഹത്തിന്റെ ലാഭ മാർജിൻ അതിൽ തന്നെ ഉണ്ട്, MRP തന്നെ ഉണ്ട്. അത് തന്നെ വലിയ ലാഭമാണ്. അതിൽ കൊള്ള ലാഭം ഇട്ട് മേടിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. MRP കൂടുതൽ മേടിക്കരുത്, അത് തെറ്റാണ്. അത് കാരണം എന്ന് വെച്ചാൽ നിയമവിരുദ്ധമാണ്. അല്ല, MRP പോലും വലിയ ഭീമമായ ചിലപ്പം മാർജിനൊക്കെ ആയിരിക്കും. ചില സാധനങ്ങൾക്കൊക്കെ നല്ല ലാഭത്തിൽ കൊടുക്കുന്ന ഒരുപാട് ഐറ്റംസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഇപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇപ്പം നമുക്ക്
അങ്ങനെ കിട്ടുന്ന പൈസ, മേടിക്കുന്ന പൈസ അത് ഈ പറഞ്ഞ ശാപം പിടിച്ച മുതല, അല്ലാതെ ലോട്ടറിയുടെ മാത്രമല്ല. അപ്പോൾ അത് ഇങ്ങനെ ഞാൻ സംസാരിച്ച ഇങ്ങനെ ഇതിന്റെ കടയുടെ വാതിക്കൽ കൂടെ, ലോട്ടറി കടയുടെ വാതിക്കൽ കൂടെ പോയപ്പോൾ ചില ആൾക്കാർ പറഞ്ഞ കാര്യങ്ങൾ എൻ്റെ മനസ്സിലേക്ക് വന്നത് ഞാൻ ഈ സമയത്ത് അങ്ങ് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അതാ ഞാൻ പറഞ്ഞത്, എൻ്റെ ലൈവ് എന്ന് പറയുന്നത് നമ്മളിങ്ങനെ കാണുന്നതും കേൾക്കുന്നതുമായ കാര്യങ്ങൾ നമ്മൾ ആ സ്പോട്ടിൽ കാണുമ്പോൾ നമ്മൾ അന്നേരം അങ്ങ് പറഞ്ഞു പോകുന്ന, അല്ലാതെ നമ്മൾ പേപ്പറിൽ എഴുതി വെച്ചുകൊണ്ടൊന്നും അങ്ങ് പറയുന്ന കാര്യങ്ങളൊന്നുമല്ല. നമ്മുടെ മനസ്സിൽ തോന്നുന്ന, മനസ്സിൽ തട്ടുന്ന കാര്യങ്ങൾ അങ്ങ് പറയും. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ലോട്ടറി ഞാനും എടുക്കാറുണ്ട് കേട്ടോ, പരീക്ഷിക്കാറൊക്കെ ഉള്ള ആളാണ്. ഇടയ്ക്ക് ഞാനും ലോട്ടറിയൊക്കെ എടുക്കാറുണ്ട്, ബമ്പർ എടുക്കാറുണ്ട്, ഇടയ്ക്ക് കേരള സംസ്ഥാനത്തിന് മറ്റ് ലോട്ടറികളൊക്കെ എടുക്കാറുണ്ട്. അപ്പോൾ എനിക്കത് ഇങ്ങനെ ഒരു ഇതായിട്ട് തോന്നുന്നില്ല. നമ്മളത് ഭാഗ്യം പരീക്ഷിക്കുന്നത് നമുക്കത് കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ്, അല്ലേ? നമുക്കും അത് അടിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ്. ചിലപ്പോൾ അടിക്കാം, അടിക്കാതിരിക്കാം. അതിൻ്റെ അകത്ത് നമ്മൾ ഈ പ്രാകാനായിട്ട് വല്ലതും പോയിട്ടുണ്ടോ? ഇല്ല. കാരണം എന്ന് വെച്ചാൽ അർഹതയുള്ളവർക്ക് അത് കിട്ടും. അത് കിട്ടുന്നവൻ അതുകൊണ്ട് രക്ഷപ്പെടട്ടെ, അത്രേ ഉള്ളൂ. ഈ കുശുമ്പും കുന്നായ്മയൊക്കെ ഉള്ളവനാണ് അങ്ങനെ അവർക്ക് ഒരാൾക്ക് അടിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരാൾക്ക് സമ്പത്ത് വരുമ്പോൾ അവരെ പ്രാകുകയും അവരെ കുറ്റപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നത്. അല്ലാതെ നോർമലി ഒരു നല്ല മനസ്സിൻ്റെയൊക്കെ ഉടമകൾ, ഇപ്പം ഞാൻ പറയാം, സാധാരണ രീതിയിലൊക്കെ ഒരാൾക്ക് ലോട്ടറി അടിച്ചാൽ നമ്മൾ സ്വാഭാവികമായിട്ട് പറയായിരിക്കാം, അവന് ലോട്ടറി അടിച്ചു, അവൻ്റെ ജീവിതം കളർഫുള്ളായി, അല്ലേ? രക്ഷപ്പെടുന്നു, അവൻ രക്ഷപ്പെട്ടല്ലോ. അപ്പോൾ അങ്ങനെ ചിന്തിക്കണം, അവൻ രക്ഷപ്പെട്ടു, അവന് അതുകൊണ്ട് ജീവിക്കട്ടെ എന്ന് ചിന്തിക്കണം. അങ്ങനെ ചിന്തിക്കുമ്പോഴവർക്കൊന്നും പ്രശ്നമില്ല. അല്ലാതെ ഒരാൾക്ക് എന്തെങ്കിലും കിട്ടുമ്പോൾ, അത് ഈ ലോട്ടറിയുടെ മാത്രമല്ല കേട്ടോ, നമ്മളുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് സൗഭാഗ്യങ്ങൾ വരുമ്പോൾ ചില ആൾക്കാർക്ക് അത് ഒരുതരം അസൂയ പൂണ്ട് നിൽക്കുന്ന കുറേ ആൾക്കാരുണ്ട്. നമുക്ക് ചുറ്റുമൊക്കെ കാണാൻ സാധിക്കും അങ്ങനെയുള്ള ആൾക്കാരെ, ശരിയല്ലേ? നിങ്ങളുടെ ചുറ്റും അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ കാണാൻ സാധിക്കും. നമ്മൾ സഞ്ചരിക്കുന്ന വഴികളിൽ കാണാൻ സാധിക്കും, നമ്മളുടെ നാട്ടിൽ കാണാൻ പറ്റും, നമ്മുടെ ഫ്രണ്ട്സ് സർക്കിളിൽ ചിലപ്പോൾ അങ്ങനെയുള്ളവർ കാണും, റിലേറ്റീവ്സ് അങ്ങനെയുള്ളത് കാണും. കാരണം എന്ന് വെച്ചാൽ എടാ അവനെങ്ങനെയാ, അവന് കുറേ വീട്ടിലെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, അതെങ്ങനെയാണ്? എന്നിട്ട് അവർ തമ്മിൽ ചർച്ച ചെയ്യുക. ഏതാ ചില ആൾക്കാരായിക്കോട്ടെ, അല്ലെങ്കിൽ ചില റിലേറ്റീവ് ആയിക്കോട്ടെ, നാട്ടിലുള്ള ആൾക്കാരായിക്കോട്ടെ, അങ്ങനെയൊക്കെ അവനെങ്ങനെ കിട്ടി അത് അറിയില്ലല്ലോ. അപ്പം നമ്മളിങ്ങനെ പുറത്തേക്ക് പോകുമ്പോൾ ചില ആൾക്കാരൊക്കെ നമ്മളോട് ഇങ്ങനെ പറയാറുണ്ട്, ഇങ്ങനെ സംസാരിക്കുന്നൊക്കെ ഉണ്ടല്ലോ, അതെന്താണ്, എങ്ങനെയാണെന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? നമ്മളെപ്പറ്റിയൊക്കെ ചില ആൾക്കാർ പറയുന്നത്. നമ്മൾ പുറത്തേക്കൊക്കെ യാത്ര ചെയ്യുന്ന അവസരങ്ങളിലൊക്കെ ചില ആൾക്കാർ നമ്മളോട് വന്ന് പറയുമ്പോൾ, അപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ എല്ലാ സമൂഹത്തിലും കുശുമ്പും കുന്നായ്മയും അസൂയയൊക്കെ ഉള്ളവരുണ്ട്. നമ്മളത് ശ്രദ്ധിക്കേണ്ട. എപ്പോഴും നമ്മൾ കർമ്മനിരതരായിരിക്കുക, എപ്പോഴും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കുക, മറ്റുള്ളവർ പറയുന്ന നല്ല വശങ്ങൾ എടുക്കുക, ചീത്ത വശങ്ങൾ വിട്ടുകളയുക. കാരണം എന്ന് വെച്ചാൽ ചീത്ത വശങ്ങൾ നമ്മൾ അതോർത്തിട്ട് നമ്മൾ സമയം പാഴാക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ നമുക്ക് ഒരു സ്വസ്ഥതയും ഉണ്ടാകില്ല. അതാണ് ഞാൻ എൻ്റെ ലൈഫിൽ പഠിച്ച ചില കാര്യങ്ങളാണ്. കാരണം നമ്മൾ നല്ലതിനെ സംശീകരിക്കുക, എടുക്കുക, മറ്റതിനെ വിട്ടുകളയുക. പോസിറ്റീവായിട്ട് കാര്യങ്ങൾ മാത്രം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും പറയുകയും ഒക്കെ ചെയ്യാം. നമുക്ക് മറ്റുള്ളവരോടും നല്ല രീതിയിൽ പെരുമാറാനും എന്തെങ്കിലുമൊക്കെ നമ്മളെ കഴിയുന്ന സഹായമൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെയൊക്കെ ഒന്ന് ചെയ്തു കൊടുക്കുന്നതും ഒക്കെ നല്ലതായിരിക്കും. കാരണം സൽപ്രവൃത്തികൾ ചെയ്യുക. ബൈബിൾ ആയിക്കോട്ടെ, ഏത് ഗ്രന്ഥങ്ങൾ, മഹത് ഗ്രന്ഥങ്ങളൊക്കെ ആയിക്കോട്ടെ, പുരാണങ്ങളൊക്കെ ആയിക്കോട്ടെ, അതിലൊക്കെ സത്കർമ്മങ്ങൾ ചെയ്യാനാണ് പറയുന്നത്, അല്ലേ? ആരെയും ഉപദ്രവിക്കാൻ പറയുന്നുണ്ടോ? ഒരു മതവും പഠിപ്പിക്കുന്നില്ല, അല്ലെങ്കിൽ ഒരു ഗ്രന്ഥവും പഠിപ്പിക്കുന്നില്ല. എല്ലാവർക്കും നന്മ ചെയ്യാനാണ് പറയുന്നത്, അല്ലേ? അത് ഏത് മതത്തിലായിക്കോട്ടെ എല്ലാവർക്കും നന്മ ചെയ്യാനാണ് പറയുന്നത്. പിന്നെ ആൾക്കാരുടെ ഇടയിലാണ് ഇത് പ്രശ്നം വരുന്നത്. ഒരു മതവും ഒരു ദൈവവും ആരും ദ്രോഹിക്കാനോ ആർക്കും ദോഷം ഉണ്ടാക്കാനോ ഒന്നും പറയാറില്ല. പക്ഷെ മനുഷ്യരുടെ ഇടയിൽ ചില ജീവികൾ വന്നിട്ട് അവരാണ് അത് ആ സമൂഹത്തിനകത്തേക്ക് കുത്തിവെക്കും. അത് മനുഷ്യഹൃദയങ്ങളിലേക്ക് ഇഞ്ചക്ട് ചെയ്യും. എന്നിട്ട് അത് അവരുടെ മനസ്സിലിങ്ങനെ കിടക്കും. പക്ഷെ അത് ഓരോ മനുഷ്യനും ചിന്തിച്ചാൽ മതി, അല്ലേ? നമ്മളെങ്ങനെയായിരിക്കണം, നമ്മൾ തന്നെ ഒന്ന് സ്വയം ഇതായി കഴിഞ്ഞാൽ, അവബോധം ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിലൊക്കെ പ്രവർത്തിക്കാൻ സാധിക്കും. നമ്മളുടെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ നമ്മളുടെ മക്കളെ തള്ളി പറയുമോ? ഇല്ല. ഇപ്പം നാട്ടിലുള്ള കൂട്ടുകാരോ അല്ലെങ്കിൽ നാട്ടിലുള്ളവരോ അല്ലെങ്കിൽ ബന്ധുക്കളോ അല്ലെങ്കിൽ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് ആരെങ്കിലും പറയാം നമ്മുടെ മക്കളെ പറ്റിയൊക്കെ എന്ത് പറഞ്ഞാലും നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുകയല്ലേ ഉള്ളൂ. അല്ലെങ്കിൽ നമ്മളുടെ മാതാപിതാക്കളെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് നിൽക്കുകയല്ലേ ഉള്ളൂ. നമ്മുടെ സഹോദരങ്ങളെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് നിൽക്കുകയല്ലേ ഉള്ളൂ. അല്ലാത്തവർ കാണും കേട്ടോ, അങ്ങനെയുള്ളവരും കാണും. ബന്ധങ്ങൾക്കൊന്നും യാതൊരു പ്രാധാന്യം കൽപ്പിക്കാത്തവരും ഒക്കെ നമ്മുടെ സമൂഹത്തിലുണ്ടാകും, അല്ലേ ഞാൻ പറഞ്ഞത്? എന്നാലും
നമ്മൾ ആ രീതിയിൽ നമ്മളങ്ങ് എടുത്താൽ മതി. നമ്മൾ ഇന്നലെ വരെ നല്ല രീതിയിൽ കണ്ടിരുന്ന കൂട്ടുകാരെ പറ്റി ആരെങ്കിലുമൊക്കെ മോശമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ അങ്ങനെയാണെന്നുള്ള മുൻവിധിയോടുകൂടി നമ്മൾ പോകരുത്. അവനെ ഇന്നലെ വരെ നമ്മൾ കണ്ടത് നല്ല ഒരു സുഹൃത്തായിട്ടാണ്, അല്ലേ, നല്ലൊരു ബന്ധുവായിട്ടാണ്, നല്ല ഒരു അയൽക്കാരനായിട്ടാണ്. നമ്മൾ തുടർന്നും ആ രീതിയിലേക്ക് പോവുക. നല്ല രീതിയിൽ നല്ല ബന്ധങ്ങൾ കാത്തു സൂക്ഷിച്ചുകൊണ്ട് നല്ലതായിട്ട് പോവുക. പിന്നെ ഇനി ആരെങ്കിലും നമ്മളെ മോശമായിട്ട് അങ്ങനെ ചിത്രീകരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അവരെ നമുക്ക് തിരുത്താനോ മറ്റു കാര്യങ്ങൾക്കോ ഒന്നും നമ്മൾ പോയിട്ടും കാര്യമില്ല. കാരണം അതിന് നമ്മൾ സമയം കളയാതിരിക്കുക നല്ലത്. നമ്മളെപ്പോഴും നമ്മൾ നല്ല വശങ്ങൾ മാത്രം ജീവിതത്തിൽ സംശീകരിക്കുക, എടുക്കുക. മറ്റേ ദോഷകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ നിന്ന് വിട്ടുകളയുക. അപ്പം നമ്മുടെ ജീവിതം കളർഫുള്ളാവും, ഹാപ്പിനെസ് ഉണ്ടാവും. നമുക്ക് ചുറ്റുമുള്ളവരും നമ്മളുടെ മനസ്സ് നമ്മൾ ഹാപ്പിയാണെങ്കിൽ നമ്മളെ ചുറ്റുമുള്ളവർ ഹാപ്പിയാവും, അല്ലേ? ശരിയല്ലേ? നമ്മൾ മൂഡ് ഔട്ട് ആണെങ്കിൽ നമുക്ക് ചുറ്റുമുള്ളവർ ഓട്ടോമാറ്റിക്കലി മൂഡ് ഔട്ട് ആവും. അതൊരു സത്യമല്ലേ? ശരിയല്ലേ? ഉദാഹരണത്തിന് നിങ്ങൾ ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുക. നിങ്ങളുടെ കൂടെയുള്ള ആൾക്കാർ ഹാപ്പി ആയിട്ടിരുന്നാൽ നിങ്ങളും ഹാപ്പിയാവും. അതേസമയം നിങ്ങളുടെ കൂടെയുള്ള സഹപ്രവർത്തകരൊക്കെ മൂഡ് ഔട്ട്, ആരെങ്കിലുമൊക്കെ മൂഡ് ഔട്ട് ആണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ അതുപോലെ ഇഷ്ടപ്പെടുന്ന ഒരാൾ മൂഡ് ഔട്ട് ആണെങ്കിൽ നമ്മളോട് മുഖം കുത്തി വീർത്തിരിക്കുകയാണെങ്കിൽ തിരിച്ച് നമുക്ക് എന്താ തോന്നുക? നമുക്ക് ഒരു സന്തോഷം, നമ്മുടെ സന്തോഷമൊക്കെ അങ്ങ് ഇതായി പോകും, അല്ലേ? പെട്ടെന്ന് നമ്മൾ മൂഡ് ഔട്ടായി പോകും, അല്ലേ? ശരിയല്ലേ? അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അപ്പം നമ്മളെപ്പോഴും നമുക്ക് ചുറ്റുമുള്ള ആൾക്കാരുമായിട്ട് വളരെ സന്തോഷമായിട്ട് പോകാനായിട്ട് നോക്കുക, സൗഹൃദത്തിൽ പോകാൻ നോക്കുക. ബന്ധങ്ങൾ ഒരിക്കലും നശിപ്പിക്കാൻ നിങ്ങളാരും തുനിയരുത്. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തന്നു എന്ന് വെച്ചുകൊണ്ട് ഒരിക്കലും നിങ്ങൾ ബന്ധങ്ങൾ നഷ്ടപ്പെടുത്താൻ നോക്കരുത്. ബന്ധങ്ങൾ കൂട്ടിയിണക്കാനായിട്ട് വലിയ പാടാണ്. തകർക്കാൻ ഒരു നിമിഷം മതി, ഒറ്റ സെക്കൻഡ് മതി. അത് ഏത് ഇതാണെങ്കിലും ഏത് ബന്ധങ്ങളാണെങ്കിലും തകരാനായിട്ട് ഒരു സെക്കൻഡ് മതി. അത് എന്തുകൊണ്ടാണ് തകരുന്നറിയോ? ആരുടെയെങ്കിലും വാക്കുകൾ കേട്ടിട്ട് അല്ലെങ്കിൽ അങ്ങനെ അത് ആ നിഗമനത്തിലേക്ക് എത്തുന്നത് കൊണ്ടാണ് അങ്ങനെ ഒരു ഇതായിട്ട് വരുന്നത്. ശരിക്കും നമുക്ക് നമ്മുടേതായ ഒരു സ്റ്റാൻഡ് ഉണ്ടാകണം, അല്ലേ? എനിക്ക് എൻ്റെതായ ഒരു സ്റ്റാൻഡ് ഉണ്ടാകണം, നിലപാടുണ്ടാകണം. ആ നിലപാടിൽ ഞാൻ ഉറച്ചു നിൽക്കണം. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ കേൾക്കണ്ടെന്നല്ല, ആര് പറയുന്നതും കേൾക്കുക. പക്ഷെ അത് നമുക്ക് വേണ്ടുന്നത് മാത്രം സ്വീകരിക്കുക, മറ്റത് വിട്ടുകളയുക. അപ്പോൾ ഈ ലോട്ടറിയുടെ കാര്യം ഞാനിങ്ങനെ പറഞ്ഞു വന്നപ്പോൾ ഞാനിങ്ങനെ കണ്ടപ്പോൾ അങ്ങ് പറഞ്ഞു പോയെന്നേ ഉള്ളൂ. പിന്നെ വേറെ ഒരു സംഭവം കൂടി ഞാൻ പറയാനായിട്ട് ഇരുന്നതാണ്. അത് ആ സംഭവം ഞാനിപ്പോൾ വിട്ടുപോയി. അതെന്താണെന്ന് അതായത് നമ്മളുടെ സമൂഹത്തിലെ ചില ആൾക്കാർ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ, പ്രാർത്ഥനയുടെ മറവിൽ തട്ടിപ്പ് നടത്തി ജീവിക്കുന്ന ആൾക്കാരെ നാം കണ്ടിട്ടുണ്ടല്ലേ? അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ? അടുത്ത ഒരു വീഡിയോ ഞാൻ അത് ഇടാവുന്ന കണ്ടാണ്. അങ്ങനെയുള്ള പ്രാർത്ഥനയുടെ തട്ടിപ്പിൻ്റെയും മറവിലൊക്കെ ഒരു ചൂഷണം ചെയ്യുന്ന ആളുകളെ പറ്റിയൊക്കെയുള്ള ഒരു വീഡിയോ ഇടാമെന്നുള്ള ഒരു കണക്കൂട്ടലിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു വീഡിയോ മിക്കവാറും ഞാൻ അടുത്തൊരു വീഡിയോ അതാക്കി ഇടാം. അത് അധികം താമസിക്കാതെ തന്നെ ഒരു വീഡിയോ ഞാനിപ്പോൾ അത് ഇങ്ങനെ ചെയ്യാമെന്നുള്ളൊരു ആലോചനയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ പറയാനുള്ള കാരണം, ചില ആൾക്കാരല്ലേ ബ്രദറാന്നൊക്കെ പറഞ്ഞുകൊണ്ട്, അതായത് ഏതെങ്കിലും ധ്യാന മന്ദിരത്തിലൊക്കെ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രാർത്ഥന ഇതിൽ പാസ്റ്ററായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഏതെങ്കിലും ധ്യാന മന്ദിരത്തിലോ ഒക്കെ ഏതെങ്കിലും കുറച്ച് നാൾ ശുശ്രൂഷയൊക്കെ ചെയ്തിട്ട് അതിൻ്റെ മറവിൽ ആളുകളെ പിഴിഞ്ഞ് ജീവിക്കുന്ന കുറേ ആൾക്കാരെ ഉണ്ടാവും. ശരിയല്ലേ? നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അങ്ങനെയുള്ള ചില ആൾക്കാരെയൊക്കെ, അല്ലേ? അതായത് ഇപ്പം നമ്മളുടെ ചുറ്റും ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ ഉള്ള ആൾക്കാരെ കണ്ടിട്ടുണ്ടാവും. അതായത് അവർ പ്രാർത്ഥനയുടെ മറവിൽ പൈസ ചൂഷണം ചെയ്യുന്ന ആളുകളെ ചൂഷണം ചെയ്യുന്ന ആൾക്കാരെയൊക്കെ ഉണ്ട്. അതായത് ഇന്ന് മനുഷ്യരെ ഏറ്റവും കൂടുതൽ തട്ടിപ്പിന് ഇരയാകുന്നതും ഈ ഒരു മേഖലയിലാണ്. അതായത് എന്നാൽ ഒരുപാട് നല്ല ബ്രദേഴ്സ്, അതായത് നല്ല സേവനം ചെയ്യുന്ന ഒരുപാട് കണക്കിന് ബ്രദേഴ്സ് നമുക്ക് ചുറ്റുമുണ്ട്. അതായത് ധ്യാന മന്ദിരങ്ങളിലും അതുപോലെ തന്നെ സുവിശേഷ വചന പ്രഘോഷണങ്ങളിലും ഒക്കെ നല്ല നല്ല മാതൃകയായിട്ടുള്ള ഒരുപാട് ആൾക്കാർ നമുക്ക് ചുറ്റുമുള്ള ആത്മാരൊക്കെ ഒരുപാട് ആൾക്കാർ നമുക്കുണ്ട്, ചുറ്റുമുണ്ട്. എന്നാൽ ഏതാനും വിരലിൽ എണ്ണാവുന്ന ഒന്നോ രണ്ടോ പേര് അവരുടെ പേരൂടെ തകർക്കും.
അങ്ങനെയുള്ള ആൾക്കാരും ഒക്കെ ഉണ്ട്. അതായത് വലിയ ഈ പ്രാർത്ഥനാ മറവിൽ പോയിട്ട് പൈസ തട്ടിയിട്ടൊക്കെ ഒരുപാട് റിസോർട്ടുകളും ഒക്കെ ഉണ്ടാക്കി വലിയ കുരിശുകളും ഒക്കെ സ്ഥാപിച്ച് മലയുടെ മുകളിലും ഒക്കെ അങ്ങോട്ട് കുരിശുകളും ഒക്കെ കെട്ടി പിന്നെ റിസോർട്ടുകളും വലിയ വലിയ ഹോം സ്റ്റേകളും ഒക്കെ ഉണ്ടാക്കി അങ്ങനെയൊക്കെ അവരങ്ങ് വലിയ എന്താണ് ഒരു വിസ്തൃത ഒരു വലയത്തിലായി തീരുകയാണ്. അപ്പം ജനങ്ങളാണേലും എന്തെങ്കിലുമൊക്കെ ബ്രദറല്ലേ ചോദിക്കുമ്പോൾ അങ്ങ് സഹായം അങ്ങ് ഇട്ട് കൊടുക്കും. പിന്നെ നമുക്കറിയാം, നമുക്ക് ചുറ്റുമുള്ള ചില പ്രാർത്ഥനാ ഗ്രൂപ്പിലോട്ടൊക്കെ നോക്കിയാൽ മതി, അവർ ആ സംഘടനയിൽ ആ പള്ളിയുടെ വികാരിയുടെ മുമ്പിലും അതുപോലെ തന്നെ ആ ഒരു എന്താണ് ധ്യാന മന്ദിരത്തിൻ്റെ ഇതിലുമൊക്കെ അവർ വളരെ പെർഫെക്റ്റാണ്. അച്ഛൻ നോക്കുമ്പം വളരെ പ്രാർത്ഥനാനിരതരായിട്ടുള്ള ദമ്പതികൾ. അതുപോലെ തന്നെ പള്ളിയിലെ എല്ലാ കാര്യങ്ങൾക്കും സഹകരിക്കുന്നു, പള്ളി വൃത്തിയാക്കാനായിട്ട് മുന്നിട്ട് നിൽക്കുന്നു. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും സംഘടനയിലെ എല്ലാ കാര്യങ്ങളും വളരെ സജീവമായി പ്രവർത്തിക്കുന്നു. അച്ഛന് വലിയ സ്വീകാര്യതയുള്ള ആളാണ്. ഇപ്പം പള്ളിയിലൊക്കെ ഇപ്പം ഇങ്ങനെയുള്ള സംഘടനകളിലൊക്കെ പോകാൻ പറ്റാത്ത ആൾക്കാർ മോശക്കാരായിട്ട് അവിടെ ചിത്രീകരിക്കപ്പെടും. അവൻ പള്ളിയിൽ വരുന്നില്ല, അവന് എന്താ വന്നാൽ അവിടെ ഈ പള്ളിയിലൊക്കെ ചെന്നിട്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ചെന്നിട്ട് ഇതാണ് ചർച്ച. അവനെന്താ വന്നാൽ അല്ലെങ്കിൽ അവർക്ക് എന്താ വന്നാൽ അവർക്ക് അങ്ങനെ എങ്ങനെ. ഞാൻ പറയുന്നത് ഇതൊരു ശുശ്രൂഷ മനോഭാവത്തോടെ പോകുന്ന കാര്യങ്ങളാണ്. അത് നമ്മൾ എന്താണ്, അത് ദൈവം അതിൻ്റെ പ്രതിഫലം തരും. ആ ഒരു അർത്ഥത്തിൽ പോയി ശുശ്രൂഷ ചെയ്യുവാണെങ്കിൽ അങ്ങനെ നമുക്ക് ഒരിക്കലും ആ ഒരു ചിന്താഗതിയൊന്നും ഉണ്ടാകില്ല. നമ്മളുമൊക്കെ ഒരുപാട് സ്ഥലത്ത് പോയിട്ടുള്ള. അപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു മൈൻഡിൽ കാണുവാണെങ്കിൽ നമുക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം വരത്തില്ല. അല്ലാതെ നമ്മൾ ഇങ്ങനെ പോയിട്ട് എന്താണ് അതായത് പറഞ്ഞ അതൊക്കെ എന്തെങ്കിലും ഒരു ലാഭത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ മറ്റുള്ളവരെ കാണിക്കാനോ അല്ലെങ്കിൽ പള്ളിയിലെ ഒരു ഇതിൽ ഞാൻ എന്തോ പ്രവർത്തിക്കുന്ന ആളാണെന്നും പള്ളി കമ്മിറ്റിയിലും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളിലൊക്കെ വളരെ സജീവമാണെന്നൊക്കെ അറിയിക്കാനായിട്ടൊക്കെയുള്ള വ്യഗ്രത ചില ആൾക്കാരിലൊക്കെ നമുക്ക് കാണുന്നുണ്ട്. എന്നാൽ എല്ലാവരും അങ്ങനെയല്ല, വളരെ ഒന്നോ രണ്ടോ പേരുടെ കാര്യം പറയും. എന്നിട്ട് മറ്റുള്ളവരെ ചുറ്റുമുള്ള ആൾക്കാരെയൊക്കെ വിമർശിക്കുന്ന ആൾക്കാരെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ വേറെ ഒരു ദമ്പതികളെ എനിക്കറിയാം. അതായത് ഭയങ്കര പ്രാർത്ഥനയും കാര്യങ്ങളും ഒക്കെയാണ്. പള്ളിയിൽ ചെന്ന് കഴിഞ്ഞിട്ട് ഏറ്റവും ഫ്രണ്ടിലൊക്കെ പോയിരുന്ന് അച്ഛൻ കാണത്തക്ക രീതിയിലൊക്കെ അങ്ങോട്ട് പോയിരുന്ന് പ്രാർത്ഥിച്ചിട്ട് അവരുടെ വീട്ടിലെ ലൈഫ് എന്ന് പറയുന്നത് അന്വേഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് വ്യക്തമായിട്ടറിയാം. അത് അറിയാവുന്ന കാര്യമായതുകൊണ്ടൊക്കെ എങ്ങനെ പറയുന്നത്, അത് വീട്ടിൽ വന്ന് കലഹവും കിലഹവും ഭയങ്കര ബഹളവും ഒക്കെയാണ്. പക്ഷേ പള്ളിയിലൊക്കെ ചെന്ന് കഴിഞ്ഞാലോ അവരെ പോലെ ഇത്രയും പരിശുദ്ധരായ ആൾക്കാരൊന്നുമില്ല. എല്ലാം ഫ്രണ്ടിൽ ചെന്ന് അച്ഛൻ കാണത്തക്ക രീതിയിൽ നിന്ന് കുരിശ് വരച്ച് ഒക്കെ നിൽക്കുമ്പോൾ അച്ഛൻ നോക്കുമ്പം അവർ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ആൾക്കാർ. അപ്പോൾ നല്ല സർട്ടിഫിക്കറ്റും കാര്യങ്ങളും ഒക്കെ കിട്ടും. അങ്ങനെയാണ് ഇങ്ങനെയാണ് വിളിച്ചും പറയും, ഇന്നയാൾ നമ്മുടെ പള്ളിക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മളുടെ ധ്യാന മന്ദിരത്തിന് വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ അവരെ സംബന്ധിച്ച് ഒരു ഹരമാണ്. അപ്പം ഞാൻ പറയുന്ന ഈ ദമ്പതി വീട്ടിലൊക്കെ പലപ്പോഴും അടിയും ബഹളവും കാര്യങ്ങളും ഒക്കെയാണ്. അത് കഴിഞ്ഞിട്ട് താലിമാല വരെ വലിച്ചെറിഞ്ഞിട്ടുണ്ട്. ഏതാ ഈ ധ്യാനത്തിന് പള്ളിയിൽ വന്ന് ഫ്രണ്ടിലിരിക്കുന്ന ആൾക്കാർ, ചില ആൾക്കാരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. താലിമാല വരെ വലിച്ച് എറിഞ്ഞിട്ടുണ്ട്, മാലയൊക്കെ. പിന്നെ തലയെ കൂടെ മീൻവെള്ളം ഉൾപ്പെടെ വലിച്ച് എറിഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊക്കെയുണ്ട്. പക്ഷേ ചില ചടങ്ങിലൊക്കെ ചെല്ലുമ്പോൾ പ്രസംഗങ്ങളിലും ഒക്കെ കേൾക്കുമ്പോൾ എന്താ പ്രസംഗങ്ങൾ, അവരെ പറ്റിയൊക്കെ പുകഴ്ത്തി. കാരണം എന്താ വെച്ചറിയോ, പള്ളി പ്രസ്ഥാനങ്ങളിലുമൊക്കെ വലിയ തലപ്പത്തിരിക്കുന്ന ആൾക്കാരാണ്, മാതൃകാ ദമ്പതികളാണ്. ഈ വികാരിയച്ഛൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ ധ്യാനമന്ദിരത്തിലിരിക്കുന്ന അച്ഛന് ഇവരെ പറ്റി ഒന്നും അറിയില്ല. പുറമേ കാണുന്ന ഇത് വെച്ചുകൊണ്ട് സംസാരിക്കും. പക്ഷേ അത് അടുത്തറിയാവുന്ന ചില ആൾക്കാർക്ക് ഇവരെ പറ്റി വ്യക്തമായിട്ടൊക്കെ അറിയാനൊക്കെ സാധിക്കും. അത് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ മറ്റുള്ളവരുടെ മുമ്പിൽ അവർ മാതൃകാ പുരുഷന്മാരും അല്ലെങ്കിൽ പള്ളി സംഘടനയിലെ സജീവമായി പ്രവർത്തിക്കുന്ന ആൾക്കാരും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ പള്ളിയിൽ പോകാത്ത ആൾക്കാർ ഇപ്പോൾ ചില സമയം അവരുടെ നിവൃത്തികേട് കൊണ്ടായിരിക്കാം അവർക്ക് പള്ളിയിൽ പോകാൻ പറ്റാത്തത്, അവരുടെ സാഹചര്യം കൊണ്ടായിരിക്കാം, വീട്ടിലെ അവസ്ഥ കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ കൊണ്ടായിരിക്കാം. ചിലപ്പം പുറത്ത് പറയാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ടാവും. ഇതിപ്പം സമൂഹത്തെ വിളിച്ച് പറയാൻ പറ്റുമോ, പ്രാർത്ഥനാ ഗ്രൂപ്പിൽ ചെന്ന് പറയാൻ പറ്റുമോ, അല്ലെങ്കിൽ പള്ളിയിൽ ചെന്ന് പറയാൻ പറ്റുമോ? ഓരോരുത്തർക്കും അവർക്കേ അറിയുള്ളൂ അവരുടേതായ കാര്യങ്ങളൊക്കെ. പക്ഷേ ഞായറാഴ്ചകളിലും കടവുള്ള ദിവസങ്ങളിലും പറ്റുന്ന ദിവസങ്ങളിലും ഒക്കെ പള്ളിയിൽ പോവുക, അതായിരിക്കും എൻ്റെ കാഴ്ചപ്പാടിൽ എനിക്ക് തോന്നുന്നത്. നമ്മൾ നല്ല മനസ്സിന് ഉടമയാകുക,
മറ്റുള്ളവർക്ക് ഉപദ്രവകരമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുക. നല്ലത് ചെയ്യാൻ പറ്റുമെങ്കിൽ നല്ലത് ചെയ്യുക. പിന്നെ പള്ളിയിലൊക്കെ പോയിട്ട് ഇടയ്ക്ക് പോയി ചെയ്യാവുന്ന നന്മകൾ അല്ലെങ്കിൽ സംഘടനയിലൊക്കെ പോയി ചെയ്യാമെങ്കിൽ അത് ചെയ്യുക. അതൊക്കെ നല്ല കാര്യങ്ങളൊക്കെ തന്നെ. അത് അവന് പോകാൻ പറ്റിയില്ല, അവൾക്ക് പോകാൻ പറ്റിയില്ലെന്നും പറഞ്ഞ് അവൾ മോശക്കാരനോ അവൾ മോശക്കാരിയോ അവൻ മോശക്കാരനോ ഒന്നും ആകുന്നില്ല. അത് ഈ പറഞ്ഞ കണക്ക് ഏതാനും 1-2 പേരാണ് അവരെ മോശക്കാരായിട്ടൊക്കെ സമൂഹത്തിൽ ചിത്രീകരിക്കുകയും പറഞ്ഞ് അവരങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അവർക്ക് നേരമില്ലേ, അവർക്ക് വന്നാൽ എന്താ കുഴപ്പം, അവരുടെ വീട്ടിലങ്ങനെ ഇങ്ങനെ മറ്റോ മറിച്ചാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ സമൂഹത്തെ ആ ഗ്രൂപ്പിനെ വരെ ഇളക്കി മറിക്കും. പിന്നെ എനിക്ക് പ്രാർത്ഥനാ ഗ്രൂപ്പിൽ നടക്കുന്ന ലീഡറായിട്ടൊക്കെ നടക്കുന്ന ചില ആൾക്കാരുടെ അവർ പറയുമ്പോൾ അവരുടെ കാര്യങ്ങളെല്ലാം പെർഫെക്റ്റാണ്. അതായത് ഞങ്ങളെല്ലാം പെർഫെക്റ്റ്. അവർ ജനങ്ങളുടെ മുമ്പിൽ പോയിട്ട് അവരോട് പറയുന്നത് എന്താണെന്നറിയോ, അങ്ങനെ ചെയ്യണം, കള്ളം ചെയ്യരുത്, മറ്റത് ചെയ്യരുത്, മറിച്ചത് ചെയ്യരുത്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ ഒരാവശ്യം വരുമ്പോൾ ഗവൺമെന്റിൽ നിന്ന് തട്ടിയെടുക്കാവുന്ന കാര്യങ്ങളൊക്കെ തട്ടിയെടുക്കും. അത് കോഴിയായിക്കോട്ടെ, താറാവായിക്കോട്ടെ, എന്ത് മൃഗങ്ങളായിക്കോട്ടെ, അതൊക്കെ തട്ടിയെടുക്കും. അതിനൊക്കെ ഒരു പ്രശ്നമില്ല. അതിനൊക്കെ പൂച്ച കണ്ണടച്ച് പാൽ കുടിക്കുന്ന കണക്ക് അതിലൊന്നും ഒരിതുമില്ല. പ്രാർത്ഥനയിലൊക്കെ നടക്കുന്ന പല ആൾക്കാരുടെയും കാര്യമാണ് ഞാൻ പറയുന്നത്. നമുക്കറിയാവുന്ന ഒരുപാട് ആൾക്കാരിൽ കുറച്ച് ആൾക്കാരൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ട്. അതായത് ജനങ്ങളോട് പറയുമ്പം കള്ളത്തരം കാണിക്കരുത്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ദൈവപ്രമാണത്തിൽ ഇത്രാമത്തെ ഇതാണ്, അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുതെന്നൊക്കെ. പക്ഷേ ഇല്ലാത്ത ഇതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പല പല ആനുകൂല്യങ്ങളും ഒക്കെ തട്ടിയെടുക്കുന്ന ആൾക്കാരും ഒക്കെ എനിക്കറിയാം. അതുപോലെ ചില വളപ്പ് തിരിപ്പ് കാര്യങ്ങളിലൂടെയൊക്കെ സാമ്പത്തികം ഉണ്ടാക്കുന്ന ആൾക്കാരെയൊക്കെ നമുക്കറിയാം. അതൊക്കെ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ സാധാരണ ഒരു വ്യക്തിയാണെങ്കിൽ അങ്ങനെ ആരും ഇതാകില്ല. പക്ഷെ പ്രാർത്ഥനയുടെ മറവിൽ നിന്നിട്ട് മറ്റുള്ളവരെ എല്ലാം വിമർശിച്ചിട്ട് അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് ഇവരതിന്റെ മറവിൽ കൊള്ള നടത്തുന്ന അവര് ഇങ്ങനെയുള്ള ആൾക്കാരെയാണ് യേശു പറഞ്ഞത് വെള്ളയടിച്ച കുഴിമാടങ്ങളെ എന്ന് പറയുന്നത്. കാരണം പുറമേ നോക്കുമ്പം വലിയ തങ്കക്കുടങ്ങളും നല്ല ഇതായിട്ട് പെർഫെക്റ്റ് ആയിട്ട് മുഖം മൊത്തത്തിൽ എല്ലാം ഇതാണ്. പക്ഷെ ഉള്ളില് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് പറയാൻ കാരണം ഈ അടുത്ത കാലത്ത് കുറേ കാര്യങ്ങൾ അങ്ങനത്തെ നമ്മൾ കേൾക്കുകയും പറയുകയും പല ആൾക്കാരിൽ നിന്ന് ഇങ്ങനെ സംസാരിച്ചതിൻ്റെയൊക്കെ വെളിച്ചത്തിൽ നമ്മൾ അറിഞ്ഞതിൻ്റെ വെളിച്ചത്തിലാണ് നമ്മൾ പറഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. നമുക്ക് ചെയ്യാൻ പറ്റുന്ന നന്മകൾ നമ്മൾ ചെയ്തു കൊടുക്കുക. അതാ നമ്മൾ ആയിരിക്കുന്ന സമൂഹത്തിൽ ഇപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ നന്മകൾ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റിയെങ്കിൽ അത് ചെയ്തു കൊടുക്കുക. അത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടോ പ്രശസ്തിക്ക് വേണ്ടിയോ ഒന്നും ആകരുത്. അല്ലെങ്കിൽ പള്ളിയിലൊക്കെ വിളിച്ചു പറയാൻ വേണ്ടിയിട്ടോ ഇന്നയാൾ 50,000 രൂപ തന്നു, അല്ലെങ്കിൽ 1 ലക്ഷം രൂപ തന്നു, അല്ലെങ്കിൽ 10 ലക്ഷം രൂപ തന്നു, 1 കോടി രൂപ തന്നു എന്ന് പിന്നെ പള്ളിയുടെ പാരിഷ് ഹാളിന് വേണ്ടി അത് ചിലർ അതിനുവേണ്ടി പ്രശസ്തി കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ചെയ്യുന്നവരുണ്ടാവും. എന്നാൽ അല്ലാതെ കൊടുക്കുന്ന ഒരുപാട് ആൾക്കാർ എൻ്റെ നാട്ടിൽ തന്നെയുണ്ട്. ഒത്തിരി ആൾക്കാരുണ്ട് എൻ്റെ നാട്ടിൽ തന്നെ. അതായത് ലിസ്റ്റിൽ പോലും പേരിടരുത് എന്ന് കർക്കശമായിട്ട് പറഞ്ഞിട്ട് സാമ്പത്തികമായിട്ടും ഒക്കെ കൊടുക്കുന്ന ആൾക്കാരെ എനിക്കറിയാം. അങ്ങനെയുള്ളവരും ഉണ്ട് നമ്മുടെ സമൂഹത്തിൽ. അതാ ഞാൻ പറഞ്ഞേ, ഇങ്ങനെയുള്ള ആൾക്കാരും നമുക്ക് ചുറ്റും ഉണ്ടെന്നാണ് പറഞ്ഞത്. അതായത് പേരും പ്രശസ്തിയും ഒന്നും ആഗ്രഹിക്കാതെ നല്ല രീതിയിൽ സുവിശേഷ പ്രഘോഷണം നടത്തുന്ന നല്ല ആൾക്കാരും നമുക്ക് ചുറ്റും ഉള്ള ആൾക്കാർ ഉണ്ട്. അപ്പോൾ ആ ഒരു കാര്യം കൂടി ഞാൻ പറയാനായിട്ടാണ്. കാരണം എന്നോട് ഒരാളിങ്ങനെ പറഞ്ഞായിരുന്നു, ഈ പ്രയറിൻ്റെ കാര്യം കൂടി ഒന്ന് പറയണം നിങ്ങളുടെ വീഡിയോയിൽ ലൈവിൽ വരുമ്പോൾ. കാരണം എന്ന് വെച്ചാൽ അയാൾക്ക് പറ്റിയ ചില കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അതും കൂടെ ഒന്ന് അടുത്ത വീഡിയോയിൽ ഒന്ന് ഉൾപ്പെടുത്തിയാൽ നല്ലതായിരിക്കും എന്ന് പറഞ്ഞതിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ ഈ കാര്യം കൂടെയൊക്കെ ഒന്ന് പറഞ്ഞത്. ഞാൻ ആരുടെയും പേര് പറഞ്ഞിട്ടില്ല, ആരെയും വിമർശിച്ചിട്ടില്ല. കാരണം നമ്മുടെ നാട്ടിലൊന്നും ഉള്ള സംഭവമല്ല ഇത്. ചില ആൾക്കാർ പുറത്തു നിന്നുള്ള ആൾക്കാർ നമ്മളോട് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയണം എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം നമ്മൾ പറഞ്ഞതാണ്. അപ്പം ഞാൻ ഈ പറഞ്ഞ പ്രധാനപ്പെട്ട ഈ 2 കാര്യങ്ങളാണ്. കാരണം എന്താ വെച്ചാൽ ഇത് ഈ 2 കാര്യങ്ങൾ ഇന്ന് പ്രാർത്ഥനയുടെ മറവിൽ ഒരുപാട് ചൂഷണം ചെയ്യുന്നുണ്ടല്ലേ. അത് ഒരു പരമമായ സത്യം തന്നെയാണ്. എന്നാൽ പ്രാർത്ഥനയുടെ ഇതിൽ ഒരു പ്രതിഫലവും കൂടാതെ ഒരു ലാഭേച്ഛയും കൂടാതെ നഷ്ടങ്ങൾ പോക്കറ്റിൽ നിന്നും പൈസ എടുത്തിട്ട് പോയി ശുശ്രൂഷ ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ ഇന്നും നമുക്ക് ചുറ്റുമുണ്ട്. അതും ഒരു യാഥാർത്ഥ്യമാണ്. യാഥാർത്ഥ്യങ്ങളെ നമ്മൾ യാഥാർത്ഥ്യമായിട്ട് തന്നെ കാണണം. അത് തുറന്നു പറയുക തന്നെ വേണം. അപ്പോൾ അതൊരു സത്യമാണ്. നല്ല രീതിയിൽ സുവിശേഷ പ്രഘോഷണവും നല്ല രീതിയിൽ വചന പ്രഘോഷണവും നടത്തുന്ന ദൈവത്തിന് ഇഷ്ടപ്പെട്ട രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്ന ഒരുപാട് ബ്രദേഴ്സ് അൽമായർ നമുക്ക് ചുറ്റുമുണ്ട്.
അല്ലാതെയുള്ള ഏതാനും ചില ആൾക്കാരും നമുക്ക് ചുറ്റുമുണ്ട്. അത്രയൊന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഇത് നമ്മൾ വേറെ വിമർശനത്തിനോ മറ്റു കാര്യത്തിനോ വേണ്ടിയൊന്നും പറയുന്നതല്ല. നമ്മളിങ്ങനെ കാണുന്ന കാര്യങ്ങൾ നമ്മളിങ്ങനെ സംസാരിച്ച് പോകുന്നു എന്ന് മാത്രം. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട് ഓരോ ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുമ്പോൾ നമ്മളിങ്ങനെ ഓരോ ആൾക്കാരോട് സംസാരിക്കുമ്പോൾ കേൾക്കുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ നമ്മൾ ഈ ലൈവിൽ ഇങ്ങനെ പറഞ്ഞു പോകുന്ന അത്രേ ഉള്ളൂ. പിന്നെ നമ്മൾ ആദ്യമേ പറഞ്ഞ കാര്യം അല്ലേ, അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ലോട്ടറി അല്ലേ. ലോട്ടറിയൊക്കെ എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന് ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു മാർഗമാണ്. ഗവൺമെന്റ് അത് വിൽക്കുന്നത് ഗവൺമെന്റിന്റെ വരുമാന മാർഗങ്ങളാണ്. അപ്പോൾ അത് മദ്യമാണേലും ബിവറേജ് ആണേലും അതുപോലെ തന്നെ ഈ പറഞ്ഞ ലോട്ടറിയൊക്കെ ആണേലും ഈ മദ്യവും ഈ ലോട്ടറിയൊക്കെ അത് ഗവൺമെന്റിന് വരുമാനം കിട്ടുന്ന കാര്യങ്ങളാണ്. ഗവൺമെന്റും ആരെയും നിർബന്ധിക്കുന്നൊന്നുമില്ല. കഴിക്കാൻ ആരെങ്കിലും നിർബന്ധിക്കുന്നുണ്ടോ? ഷാപ്പിൽ കയറണമെന്നോ അല്ലെങ്കിൽ ബിവറേജിൽ കയറണമെന്നോ അല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്ക് എന്താണ് ബാറിൽ കയറി കുടിക്കണമെന്നോ ബിവറേജിൽ കയറി കുടിക്കണമെന്നോ ഒന്നും ആവശ്യപ്പെടുന്നില്ല. വേണ്ടവർ കുടിക്കുക, ഓരോരുത്തരുടെ ചോയ്സാണ്. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഇത് വർജിക്കാവല്ലോ, വേണ്ടെന്ന് വെക്കാവല്ലോ. വേണ്ടവർക്ക് കുടിക്കാവുന്ന, കാശുള്ളവൻ പോയി കുടിക്കും, അല്ലാത്തവൻ വേണ്ടാന്ന് വെക്കേണ്ടവൻ വേണ്ടാന്ന് തന്നെ വെക്കാം. അപ്പോൾ അത് ഈ പറഞ്ഞ കണക്ക് അത് നമ്മുടെ ചോയ്സാണ് അല്ലേ, വേണോ വേണ്ടയോ എന്നുള്ളത്. പോയി കുടിച്ചേച്ച് പിന്നെ മദ്യപിക്കുന്നവർക്കെതിരെ എല്ലാം ഭയങ്കര വിമർശനം അടിച്ചിട്ടൊന്നും കാര്യമില്ല. അത് വേണമെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഇപ്പം നമ്മൾ വിചാരിച്ചാൽ വേണം എനിക്ക് നീ മദ്യം വേണ്ട, ഞാനത് ഉപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞ് ഒരു തീരുമാനം എടുത്തിട്ട് ആ പൈസ ഞാൻ വേണമെങ്കിൽ കാരുണ്യ പ്രവർത്തിക്ക് വേണ്ടിയിട്ട് ഞാൻ മാറ്റിവെക്കാം. അങ്ങനെ വേണമെങ്കിൽ തീരുമാനമെടുക്കാം. അങ്ങനെ ചെയ്യുന്നവരുണ്ട് നമ്മുടെ സമൂഹത്തിൽ, എത്രയോ പേര് അങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ട്. ഒരിക്കലും ആരും ഫോഴ്സ് ചെലുത്തിയിട്ടല്ല പോയി കുടിക്കുകയോ ഈ ലോട്ടറി എടുക്കുകയോ ഒക്കെ ചെയ്യുന്നത്. നമ്മൾ തന്നെ സ്വയം പോയി ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഈ പറഞ്ഞ ലോട്ടറിയുടെ കാര്യവും ഞാൻ ഈ പറഞ്ഞതെന്ന് വെച്ചാൽ എന്താണ്, അതുകൊണ്ട് ഒരുപാട് പേര് ഉപജീവനം നടത്തുന്നവരുണ്ടല്ലേ. നമുക്കറിയാം ലോട്ടറി വിറ്റൊക്കെ ജീവിക്കുന്ന ഒരുപാട് കുടുംബങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടെങ്കിൽ അങ്ങനെ കുറെ കുടുംബങ്ങൾ ജീവിക്കും. പിന്നെ ഓവറായിട്ട് എടുക്കാതിരിക്കുക. വല്ലപ്പോഴും ഒക്കെ ഓരോ ലോട്ടറിയൊക്കെ നമ്മളിങ്ങനെ പോകുമ്പോൾ 1 or 2 ഒക്കെ എടുക്കുന്നത് നല്ലതാണ്. വല്ലപ്പോഴും ഒന്ന് ഭാഗ്യം പരീക്ഷിക്കുന്നത് കുഴപ്പമില്ല. പക്ഷേ എവിടെ പാളിച്ച പറ്റുന്നതെന്നറിയാമോ? ചില ആൾക്കാർ എടുക്കുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്, ലോട്ടറി കടയിൽ നിൽക്കുമ്പോൾ കുത്ത് കണക്കിന് അങ്ങ് എടുക്കും, കുത്ത് കണക്കിന്. അങ്ങനെ എടുക്കരുത്. നമ്മൾ ഭാഗ്യം പരീക്ഷിക്കാൻ വേണ്ടി പോകുന്ന വഴിക്ക് ഒരെണ്ണമൊക്കെ എടുത്തു, ഓക്കെ, സമ്മതിച്ചു. നമ്മൾ ഈ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഒരെണ്ണമൊക്കെ എടുത്തു. അതൊന്നും വലിയ ഇതൊന്നുമല്ല. അല്ലാതെ കുത്തുകെട്ട പോലെ കിട്ടുന്ന ഇത് ഒരു ദിവസത്തെ കൂലിക്ക് മൊത്തം എടുത്ത് ലോട്ടറി എടുത്തു, അത് തെറ്റാണ്. അതൊരിക്കലും അത് ശരിയായ നടപടിയല്ല, അത് തെറ്റാണ്. അതല്ലാതെ നമ്മൾ പോയി തിരിച്ചു പണിയും കഴിഞ്ഞ് വരുന്ന സമയത്ത് ഒരു ലോട്ടറി എടുത്തു, കുഴപ്പമില്ല, അത് വലിയ പ്രശ്നമൊന്നുമില്ല. ചിലപ്പോൾ ഇടയ്ക്ക് അടിക്കും, അത് നമുക്കൊരു ആശ്വാസമായിരിക്കും. അല്ലാതെ ഈ കുത്തുകെട്ട പോലെ എടുക്കുമ്പോഴാണ് നമുക്കത് ശരിയായ മാർഗമല്ലാതെ വരുന്നത്, തെറ്റാകുന്നത്. പിന്നെ ഇപ്പോൾ 1500 രൂപയ്ക്ക് ജോലി ചെയ്യുന്നവൻ അല്ലെ 1000 രൂപയ്ക്ക് ജോലി ചെയ്യുന്നവൻ ഈ ഒരു പെഗ് ഒക്കെ കഴിച്ചത് കൊണ്ടൊന്നും അത് വലിയ ഓവറാന്നൊന്നും പറയാൻ പറ്റില്ല. തെറ്റാണ്, മദ്യപിക്കുന്നത് തെറ്റാണ്. അത് നല്ലതല്ല, കുടിക്കാതിരിക്കാമെങ്കിൽ ഏറ്റവും ബെറ്റർ. അതല്ല ഇപ്പോൾ 1 അല്ല 2 ഒക്കെ ഒന്ന് കഴിച്ചതുകൊണ്ട് കുഴപ്പമില്ല. ആഴ്ചയിൽ 1 or 2 ഒക്കെ കഴിച്ചോ, കുഴപ്പമില്ല. അത് പക്ഷെ അത് മദ്യപാനം ഒരിക്കലും നല്ല രീതിയല്ല കേട്ടോ, അത് തെറ്റാണ്. മദ്യപാനം അത് നമ്മുടെ ആരോഗ്യത്തെ നശിപ്പിക്കും. ഓക്കെ ശരി, എന്നാലും ചിലർ ഇത് കുടിക്കുമ്പോൾ ചിലർക്കൊരു റിലാക്സ്, മനസ്സൊക്കെ ഒരു ടെൻഷൻ അടിക്കുന്ന സമയത്ത് ഒരെണ്ണമൊക്കെ കഴിക്കുമ്പോൾ അവന് ഒരുപാട് മനസ്സിന് ആശ്വാസം കിട്ടുന്നെങ്കിൽ ഓക്കെ, വീട്ടിലിരിക്കുന്ന ഞായറാഴ്ച ഒഴിവ് ദിവസം വേണേൽ 1 ഒക്കെ കഴിച്ചോ, 1 or 2 ഒക്കെ കഴിച്ചോ. അല്ലാതെ ഡെയിലി പോയി ഒരു മദ്യപാനിയായി ആ ഒരു ലെവലിലേക്ക് പോകരുത്. അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് അത് തെറ്റാകുന്നത്. ഇപ്പം മദ്യപിക്കുന്ന എത്രയോ പേര് നല്ല രീതിയിൽ കുടുംബം പോറ്റി നല്ല രീതിയിൽ ഇത് വീട്ടുകാരെയും മക്കളെയും ഒക്കെ നോക്കി ജീവിക്കുന്ന, ഒരുപാട് ഹാപ്പിയായിട്ട് ജീവിക്കുന്ന ഒത്തിരി ആൾക്കാരെ എനിക്കറിയാം. അതെന്താണ്, അവരുടെ കൺട്രോളിലാണ് അവരുടെ ലൈഫ്, അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. അല്ലാതെ നമ്മുടെ ഈ മദ്യം നമ്മളെ കീഴ്പ്പെടുത്തുമ്പോഴാണ് അത് തെറ്റാകുന്നത്. പലർക്കും പറ്റുന്ന കുഴപ്പം അതാണ്. അതായത് മദ്യം നമ്മളെ അടിമയാക്കി കളയും, അത് തെറ്റാണ്. അപ്പോൾ ആ ഒരു കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം ഇവിടെ എന്തോ വഴക്കോ ഏതാണ്ടൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പം അതുകൊണ്ടാണ് ഞാനൊന്ന് ശ്രദ്ധ അങ്ങോട്ട് മാറിപ്പോയത് കേട്ടോ. എന്തൊക്കെയോ മനുഷ്യരല്ലേ, എന്താണ് ഇന്ന് ചെറിയ കാര്യങ്ങൾ മതിയെന്ന്, എന്താ അല്ലേ അടിയും പിടിയും ബഹളവും. ഓക്കെ, നമ്മളിതൊക്കെ അങ്ങ് വിട്ടുകളയുക. അത് നമുക്ക് നല്ലത് മാത്രം എടുക്കുക, മറ്റു കാര്യങ്ങൾ നമ്മൾ വിട്ടുകളയുക. നമുക്ക് നമ്മളെ ബാധിക്കാത്ത ഒരു കാര്യം നമ്മൾ പോയി ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളിപ്പോൾ അവിടെ പോയിട്ട് എങ്ങനെയാണെന്നൊക്കെ പോയി ചോദിച്ചോണ്ട് ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ നേരെ തട്ടിക്കയറും. അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും പോകാതിരിക്കാം. ഞാൻ അങ്ങനെയാണ്. അതായത് നമുക്ക് വേണ്ടപ്പെട്ട ഒരാളോട് ചൂടാകുന്നെങ്കിൽ നമ്മൾ ചെല്ലും. നമ്മളുടെ ഒരു സുഹൃത്തിനെ അവിടെ വെച്ച് ഇങ്ങനെ ചൂടാകുന്നെങ്കിൽ നമ്മൾ നടന്നു ചെല്ലും. എന്താ എടാ എന്ന് ചോദിക്കും. അത് നമ്മളുടെ ഒരു
ഞാൻ ചോദിച്ചിരിക്കും, എന്താടാ എന്ത് പ്രശ്നം, എന്ത് പറ്റി എന്ന് ചോദിക്കും. ഒരു കൂട്ടുകാരനെ ഇപ്പോൾ അവിടെ വെച്ച് നമ്മൾ ഇങ്ങനെ കാണുന്നത്. അല്ലെങ്കിൽ നമ്മളെ ബാധിക്കുന്ന കാര്യങ്ങൾ നമ്മൾ വിട്ടുകളെ. കാരണം എന്താ വെച്ചാൽ ചിലപ്പോൾ നമ്മൾ ആ വഴക്കിൽ നമ്മൾ വാദി പ്രതിയാവും. അതാണ് ഒരു പ്രശ്നം. അപ്പോൾ നമ്മളിങ്ങനെ പറഞ്ഞു വന്ന വഴിക്ക് ഇങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും വളരെ ഹാപ്പി ആയിരിക്കുന്നു എന്നൊക്കെ വിശ്വസിക്കുന്നു. അപ്പം നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ചുമ്മാ ഒന്ന് പറഞ്ഞു പോയെന്നേ ഉള്ളൂ കേട്ടോ. ലൈവിൽ വരണമെന്നൊക്കെ ആൾക്കാർ ഇങ്ങനെ പറഞ്ഞതനുസരിച്ച് ഇങ്ങനെ പറഞ്ഞു വന്നപ്പോൾ ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മൾ ഇപ്പം നടന്നു വന്ന വഴിക്ക് ലോട്ടറി കച്ചവടക്കാരെയും ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ നമ്മളങ്ങ് ലൈവിലങ്ങ് പറഞ്ഞു വന്നതാണ്. അപ്പോൾ ആ ഒരു നമ്മളെന്താണ് ആ സ്പോട്ടിലങ്ങ് പറഞ്ഞു പോകുന്നതല്ല. ഇത് നമ്മൾ എന്താണ് ഇത് പറയണമെന്നും പറഞ്ഞു നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നൊന്നുമല്ല. അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു സായാഹ്നം ആശംസിക്കുന്നു. നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവും ശാന്തിയും ഒക്കെ ഉണ്ടാകട്ടെ. പറ്റുന്നിടത്തോളം നമുക്ക് ചുറ്റുമുള്ള ആൾക്കാരുമായിട്ടും നമ്മുടെ സുഹൃത്തുക്കളുമായിട്ടും നമ്മുടെ ബന്ധുക്കളുമായിട്ടും നമ്മുടെ അയൽക്കാരുമായിട്ടും എല്ലാം നല്ല രീതിയിൽ നല്ല സ്നേഹത്തിലൊക്കെ മുന്നോട്ട് പോകാനായിട്ട് പരിശ്രമിക്കാം.ൈവതും നമുക്ക് എന്താണ് കുറേ ജീവിതത്തിൽ കുറേ സൈലൻ്റ് ആയിരിക്കുന്നത് എപ്പോഴും നല്ലതാണ്. എപ്പോഴും നമ്മൾ ബഹളങ്ങൾ ഉണ്ടാക്കാതെ കുറച്ച് സൈലൻ്റ് ആയിട്ടൊക്കെ ജീവിക്കുന്നത് നല്ലതാണ്. അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു. ജീവിതത്തിൽ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ഈ ലൈവിലേക്ക് വന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്ത നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ ഇത് കഴിയുമ്പോൾ നിങ്ങളുടെ ആരൊക്കെ എൻ്റെ ലൈവിൽ വന്ന് കമൻ്റ് ഇട്ടിട്ടുണ്ട്, എൻ്റെ വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ട്, എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ ഞാൻ നോക്കിക്കോളാം കേട്ടോ. അപ്പോൾ നിങ്ങളോട് ഞാൻ ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു, നന്ദി പറയുന്നു. എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിനൊക്കെ പുതിയ ഒരുപാട് പേര് എല്ലാ ദിവസവും വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വന്ന് നമ്മളുടെ ഇതിൽ ജോയിൻ ചെയ്യുന്ന എല്ലാവരോടും ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാം ഞാൻ ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. തുടർന്നും നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. എല്ലാവർക്കും ദൈവം സമൃദ്ധമായ നന്മകൾ ചൊരിയട്ടെ. താങ്ക് യു. നന്ദി. നമസ്കാരം.